ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടുമാണ്. ഞാൻ ജീവിതത്തിൽ ഞാൻ തോറ്റു എന്ന് അടിച്ചുറച്ച് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എന്നെ കൈപിടിച്ചുയർത്തി എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ എനിക്ക് അത് സാധിക്കാൻ പറ്റിയില്ല. അത് പറയുന്നതിന് മുന്നേ എൻ്റെ പേര് അപർണ. ഞാൻ കോട്ടയം ജില്ലയിലാണ് വരുന്നത്. പക്ഷെ ഞാൻ മംഗലാപുരത്തെ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, ഫൈനൽ ഇയർ ആണ്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിൻ്റെ കാര്യം, എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫുൾ സപ്ലി അടിച്ചൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ തേർഡ് ഇയറിൻ്റെ എക്സാമും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും മാനസികമായിട്ടും തളർന്നു. ആദ്യമേ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ എടുത്തൊരു കോഴ്സാണ് നഴ്സിംഗ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്ന പോലെ ഞാൻ നഴ്സിംഗ് വന്നു കഴിഞ്ഞു. അതിൻ്റെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു ആ സബ്ജക്റ്റ്. കാരണം എൻ്റെ ബലഹീനത എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. +2 വരെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞാനെല്ലാം ദൈവത്തിനും അമ്മ മാതാവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. എന്തേലും ആട്ടെ അമ്മയെന്ന് പറഞ്ഞ്. പിന്നെ ഇതൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇരുന്നു. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു. എനിക്ക് പഠിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഉറക്കമില്ലാതെ കഴിക്കാതെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫുൾ സപ്ലി അടിച്ചു. അത് ഒട്ടും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ശരിയാ, ഞാൻ ഉഴപ്പിയിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങി. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പുറകെ സപ്ലിയുടെ എക്സാം വന്നു. സപ്ലിയുടെ എക്സാം വന്നപ്പം എഴുതി, ഒന്നും കിട്ടിയില്ല. അപ്പം അമ്മ കിടന്ന് കരയുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ജീവൻ പോയ പോലെയായി. പപ്പയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങി പോകുന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വന്നു. സെക്കൻഡ് എക്സാം വരുന്ന സ്റ്റഡി ടൈം ആയപ്പം ലീവിൻ്റെ സമയമാണ്, സ്റ്റഡി ലീവിൻ്റെ സമയമാണ്. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മരണ വാർത്ത കേട്ടു. അത് വന്നതോടെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്നും ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാതെ എന്നും എൻ്റെ കൂടെ നിന്നിരുന്ന എൻ്റെ അപ്പനായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. അമ്മ പക്ഷേ 5 പഠിച്ചപ്പോൾ അമ്മ എന്നെ പുറത്തു പോയതാണ്. പക്ഷെ അവിടുന്ന് അമ്മേനെ പിടത്തിലായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ എൻ്റെ അമ്മേനെ പിന്നെ കാണുന്നത്. അതുവരെ എൻ്റെ അപ്പനായിരുന്നു എന്നെ വളർത്തിയതും. എൻ്റെ ഒരു കാര്യത്തിനും ഇന്ന വരെ പറ്റില്ല എന്നൊരു വാക്ക് ഇതുവരെ എൻ്റെ അപ്പൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പെട്ടെന്ന് അത് എന്നെ മരിച്ചെന്ന് അറിയിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് മരിച്ചെന്ന് അറിയുന്നത്. അറ്റാക്കായിരുന്നു. അതും കൂടെ താങ്ങാൻ പറ്റിയ സിറ്റുവേഷനേ അല്ലായിരുന്നു എനിക്ക്. കാരണം എനിക്ക് മാത്രം, എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 2 സബ്ജക്റ്റ് കിട്ടി, 3 സബ്ജക്റ്റ് കിട്ടിയെന്ന് വരെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് അമ്മേനെ ഇനി വിഷമിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അതുപോലെ അങ്ങനെ ഇരുന്ന് പിന്നെ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ, പക്ഷെ ഇന്ന് കരഞ്ഞൊന്നുമില്ല. ആദ്യം വന്നപ്പോൾ കരഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു ശക്തി എനിക്ക് ഉള്ള പോലെ തോന്നി. അത് ദൈവവും മാതാവും തന്നൊരു ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അത് മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഫുള്ളും റിസൾട്ട് വന്നപ്പോൾ ഫുള്ളും പോയി, ഒരെണ്ണം പോലും കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇത്രയായി, എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ച് ഞാൻ പിന്നെ മുന്നോട്ട് പോയി. പഠിച്ച കാര്യം പോലും ഓർമ്മയില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ സപ്ലിയുടെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വല്ലാണ്ട് മാനസികമായിട്ടും പ്രശ്നമാകാൻ തുടങ്ങി. പഠിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള രീതിയായി. സപ്ലി വന്നു, ഒന്നും കിട്ടിയില്ല, പോയി. പിന്നെ അങ്ങനെ ഇരുന്ന് ഞാൻ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരി എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. കൃപാസനം കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഉടമ്പടിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഓൺലൈനിൽ എടുത്തു. അവളുടെ നിർബന്ധപ്രകാരം ഓൺലൈനിൽ എടുത്തത്. പക്ഷെ എനിക്ക് ആ ഒരു ചിന്തിക്കാനുള്ള സിറ്റുവേഷനോ ഒന്നും ആയിരുന്നില്ല അന്നേരം. പിന്നെ ഞാൻ ആദ്യം വിഷമം കൊണ്ടെടുത്തു. പിന്നെ ഞാനത് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ശാന്തമായ അന്തരീക്ഷം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അത് വെച്ച് എനിക്ക് ആദ്യമേ കുറേ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു. പക്ഷേ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വചനം വായിക്കാനാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മുഴുവനും അതുപോലെ ആ ചിട്ടയിൽ തന്നെ പോയി. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വന്ന് എനിക്ക് വാശിയായി. എനിക്കിവിടെ വന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന്.
അങ്ങനെ ആ വാശിപ്രകാരം തന്നെ അമ്മ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു. അന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അമ്മ ഇവിടെ എത്തിക്കാനാണോ നീ എന്നെ ഇത്ര പരീക്ഷിച്ചതെന്ന് ഞാൻ മനസ്സിലിങ്ങനെ വന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളും വല്ലായ്മ തോന്നി. പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. അത് പിശാചിൻ്റെ വിളയാട്ടാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഞാൻ അമ്മയുടെ അടുത്ത് വന്നതാ, അമ്മ തന്നെ എന്നെ നോക്കിക്കോണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ അമ്മ കാത്തു. അതുപോലെ തന്നെ ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. ആദ്യം എനിക്ക് ഫുള്ളും ഡൗട്ടായിരുന്നു. ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞു തന്നു. നല്ല വൃത്തിക്ക് ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കുറേ കേട്ടു. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ഉടമ്പടി ചിട്ടകളെല്ലാം തുടരാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന വെച്ച് ആരംഭിച്ചു. പിറ്റേ ദിവസം തൊട്ട് പിന്നെ എല്ലാം അരമണിക്കൂർ വെച്ച്, ചിലപ്പോൾ 1 മണിക്കൂർ, ഇഷ്ടം കൂടുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ചില നേരങ്ങളിൽ ഒരു പകുതി സമയമായപ്പോൾ, ഒരു 3 മാസത്തിൻ്റെ പകുതി ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എല്ലാത്തിനും പെട്ടെന്നൊരു മടി പോലെ വന്നു, വചനം വായിക്കാനാണേലും. പക്ഷെ ഞാൻ വായിച്ചു. പക്ഷെ ഇല്ല, മടിക്കാൻ പാടില്ല. പിശാചിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഈശോനെ മാതാവിനെ തല കുനിപ്പിക്കില്ല എന്ന് മനസ്സിൽ തോന്നിച്ച് പിന്നെ ഞാനത് മുന്നോട്ട് വായിച്ചു. പക്ഷേ മാതാവ് എനിക്ക് തെളിവുകൾ തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ തോന്നലുകളാണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരിയുടെ സൈഡിൽ എല്ലാ ദിവസം തന്നെ മാതാവിൻ്റെ ചെറിയ രൂപം പോലെ വരുമായിരുന്നു, മെഴുകുതിരിയുടെ ഉരുകി വീഴുന്ന ആ പോർഷനിൽ. പക്ഷേ അന്നേരം ഞാൻ അത് ഇപ്പം എനിക്ക് തോന്നുന്നതായിരിക്കുമോ, മാതാവ് ശരിക്കും വന്നതാണോ എന്ന് ഇങ്ങനൊരു സംശയത്തിലായിരുന്നേ. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മ മാതാവിനോടും ഈശോയോടുമാണ്. ആ ഒരു ധാരണയിലും ഞാൻ മുന്നോട്ട് നീങ്ങി. അതിങ്ങനെ തേർഡ് ഇയറിൻ്റെ എക്സാം വന്നു. തേർഡ് ഇയറിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ തന്നെ 5 വിഷയമുണ്ട്, സെക്കൻഡ് ഇയർ 5 വിഷയമുണ്ട്, തേർഡ് ഇയർ 4 വിഷയമുണ്ട്. ഇത് സ്പ്ലിറ്റായിട്ടാണ്, ഒരു സബ്ജക്റ്റ് തന്നെ 2 സബ്ജക്റ്റായിട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ 15 വിഷയമായിരുന്നു എനിക്ക് എഴുതിയെടുക്കാനുള്ളത്. പക്ഷെ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, പേടിച്ചിട്ടല്ല, അവരെയും കൂടെ ഞാൻ അനുഭവിച്ചാൽ എന്തിനാ എൻ്റെ വീട്ടുകാരും കൂടെ അതിന് പറഞ്ഞ് വിഷമിക്കുക, എൻ്റെ അമ്മ എന്തിനാ അത് ഓർത്ത് വിഷമിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഒന്നാമതേ അപ്പയുടെ കാര്യത്തിൽ വേദനിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ എങ്ങനെയാണ്. പക്ഷെ ഞാൻ തന്നെ എന്നോട് ഓർത്തു, ഞാൻ ചത്ത് കളഞ്ഞാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഇത്രയും നാണം കെടുത്തി. അത് കഴിഞ്ഞ് പിന്നെ 2 കൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോയി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചില നേരത്ത് എന്താവും എങ്ങനെയാവും എന്നറിയാൻ പാടില്ലാണ്ട് കുറേ വിഷമങ്ങൾ വന്നു. പിന്നെയും എന്നെ വല്ലാണ്ട് അകറ്റാൻ തുടങ്ങി. അപ്പം ഞാൻ എല്ലാം പ്രാർത്ഥന മുറിയിൽ നിന്ന് കൃപാസന മാതാവിനെ കശുരൂപ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്നാ പറഞ്ഞ ഒരു എനർജിയും എന്തോ ഒരു ധൈര്യം എനിക്ക് ആരോ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ധൈര്യത്തിൽ ഞാൻ പിന്നെ പിടിച്ച് കയറി. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മുന്നിലോട്ട് ഞാൻ പോയി. ടീച്ചേഴ്സിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല മാം, ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരുന്നോ. മീൻസ് അമ്മ മാതാവ് അയച്ച പോലെ തന്നെ കുറേ ടീച്ചേഴ്സ് ഞാൻ പറയാതെ തന്നെ എൻ്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ കുറേ മോട്ടിവേഷൻ തന്നു. പിന്നെ ഓക്കെ ഫൈനായി, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എക്സാമായി. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ പോലും എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ 2 എക്സാം, അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേറെ 2 എക്സാം. അങ്ങനെ ഫുൾ ടഫായിരുന്നു. ഒരാഴ്ച ഉറങ്ങാതെ എന്നെ കുറേ ഇട്ട് വലയിപ്പിച്ചു. അപ്പം ഞാൻ റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ മാതാവിനോട്, അമ്മേ ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണമാണ്, എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അമ്മേ, ഞാൻ എങ്ങനെ ഇത് പഠിച്ചെഴുതുമെന്ന് എനിക്കറിയില്ല, ഈ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എനിക്ക് എൻ്റെ ബാച്ചിനൊപ്പം എനിക്ക് 4th ഇയർ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കുറേ കരഞ്ഞു. കുറേ അമ്മയോട് എൻ്റെ സ്വന്തം അമ്മയാണ് എൻ്റെ അമ്മ, രക്ഷപ്പെടുത്ത അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കുറേ പ്രാർത്ഥിച്ചു. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. സ്നേഹം കൂടുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഞാൻ അമ്മയോടും ഈശോയോടും സംസാരിച്ചു. അത് കഴിഞ്ഞ് എക്സാം വന്നു. എക്സാം വന്നപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എല്ലാ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപ്പും തൈലം എല്ലാം കൊണ്ടുപോയി കാശുരൂപ ഞാൻ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. എക്സാം ഹോളിൽ കയറി ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് കയറിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം പഠിച്ചൊന്നും അല്ലായിരുന്നു വന്നേ. പക്ഷേ എനിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ എന്നാലും ഞാൻ വിശ്വാസം കൈവിട്ടില്ല, മാതാവിനെ മുറുകെ പിടിച്ചു. പക്ഷേ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ഞാൻ പഠിച്ചത് വെച്ച് എഴുതി വെച്ചു. അതിൻ്റെ ആൻസറേ അല്ലായിരുന്നു, വേറെ പല ആൻസർ എഴുതി വെച്ച് പേപ്പർ തികച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. എല്ലാ എക്സാമിനും തന്നെ ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ കാശുരൂപ മുറുകെ പിടിച്ചു. ഞാൻ വന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഞാൻ കരയും. കാരണം എനിക്ക് അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല. ഇനി തോറ്റ് കഴിഞ്ഞാൽ എനിക്ക് വയ്യ മാതാവെ, ഇനി താങ്ങാനായിട്ട് ഞാൻ ചത്ത് കളയും, സത്യം പറഞ്ഞ് ചത്ത് കളയുമെന്ന് പറഞ്ഞു.
പക്ഷേ ആ സമയം അമ്മ എനിക്ക് പിന്നെ എന്തോ മനസ്സിലൊരു കുളിർമ പോലെ തരുമായിരുന്നു. ഇല്ല മോളെ പോട്ടെ എന്നുള്ളൊരു രീതിയിൽ നിനക്ക് കിട്ടും. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് കിട്ടും 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 എന്ന് മനസ്സിലിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2 കൽപ്പിച്ച എക്സാം എല്ലാം തീരാറായി. ലാസ്റ്റ് എക്സാം വന്നു. ഞാൻ ചൈൽഡ് ഞങ്ങൾക്ക് തേർഡിൽ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റാണ് ചൈൽഡ്. അന്ന് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഒരു ദിവസം പോലും അവധിയില്ല. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ പെട്ടെന്ന് മാതാവ് വിട്ട പോലെ ഒരു മാം എൻ്റെ അടുത്ത് വന്നു. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല മാം എന്ന് പറഞ്ഞു. അപ്പം മാം പറഞ്ഞു നീ എന്തിനാ കരയുന്നത്? നീ പ്രാർത്ഥിക്കുന്നുണ്ട് നിൻ്റെ മാതാവ് നിന്നെ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു. നിന്നെ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ കേൾക്കാതിരിക്കില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്കെല്ലാം അറിയാം പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ. അതുപോലെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഞാൻ ഇരുന്ന് എഴുതാൻ തുടങ്ങി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് ഞാൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ പേജ് പോലും തുറക്കാണ്ട് പോയതാണ്. ഞാൻ ഫസ്റ്റ് ഇയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, തേർഡ് ഇയർ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് നമ്മുടെ ബേസിക്കലി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാതിരിക്കുന്നത്. അത് ഞാൻ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. മാംസ് വരെ ഞെട്ടിപ്പോയി. ആ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബാച്ചായിരിക്കും ഇങ്ങനെ വരാത്തതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ അതെല്ലാം എഴുതി എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നില്ല. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. പക്ഷെ എന്നാലും അമ്മ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ ഒന്നുകൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി നിന്ന സമയത്ത് റിസൾട്ട് വന്നു. അപ്പം റിസൾട്ട് എന്തായെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുക, ഫോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയി, നഴ്സസ് റൂമിൽ ചെന്ന് എൻ്റെ കൂട്ടുകാരി വിളിച്ച് കോളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണം 7 പ്രാവശ്യം ചൊല്ലി. മാം, എൻ്റെ മാതാവേ, ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് പാസ്സാക്കി. എനിക്ക് ഇനി ഇത് കേൾക്കാനായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് 2 കൽപ്പിച്ച് ഞാൻ അവളെ തിരിച്ചു വിളിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം അവളോട് പറഞ്ഞു, എന്നെ ആദ്യത്തെ വൃക്ഷം കിട്ടിയില്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്, കിട്ടിയെന്നേ പറയാവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പം അവൾ പറഞ്ഞു, എടി ഫസ്റ്റ് ഇയർ ഫുള്ളും ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് സന്തോഷമായി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്ന് പറഞ്ഞു ഒരു വിഷയം ഒഴിച്ചാൽ ഞാൻ പഠിച്ച സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി 3 സബ്ജക്റ്റും ക്ലിയറായി. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് എന്നെ തന്നെ ഞാൻ മറന്നു. കാരണം എനിക്കറിയില്ല, എൻ്റെ മെറിറ്റ് കൊണ്ടേ അല്ല കിട്ടിയത്. ഞാൻ ഒട്ടും പഠിക്കാതെ പോയ സബ്ജക്റ്റൊക്കെ പാസ്സായെന്ന്, അത് ഏറ്റവും ഹൈ മാർക്കിൽ പാസ്സായെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വരാൻ ഒരാഴ്ച എടുത്തു. അങ്ങനെ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ഇയർ ഒന്നും എഴുതാത്ത സബ്ജക്റ്റ് വരെ അമ്മ മാതാവ് എനിക്കത് ക്ലിയർ ആക്കി തന്നു. അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒരു സബ്ജക്റ്റ് ചോദിച്ച് ബാക്കി എല്ലാ അമ്മ മാതാവ് എനിക്ക് ഒറ്റ ഇതിൽ തന്നെ ക്ലിയർ ആക്കി തന്നു. അങ്ങനെ അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റ് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എഴുതി. ആ ഒരു സബ്ജക്റ്റ് ഇനി ലാസ്റ്റിട്ടാണ്. അത് എഴുതിയില്ലെങ്കിൽ എനിക്ക് ഫോർത്ത് ഇയർ എൻ്റെ ബാച്ചിനൊപ്പം പാസ് ഔട്ട് ആകാൻ പറ്റത്തില്ല. ഫോർത്ത് ഇയർ എഴുതാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ പക്ഷെ എനിക്ക് പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇത്രയും തന്നത് എൻ്റെ അമ്മയാണ്. ആ അമ്മ തന്നെ എനിക്കിത് തരുമെന്നുള്ള ഒറ്റ വിശ്വാസം. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. റിസൾട്ട് വന്നപ്പോൾ എഴുതി. റിസൾട്ട് അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വന്നപ്പം അന്ന് രാവിലെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് 1 വർഷമായി. ഓഗസ്റ്റ് 2-ാം തീയതി 2023. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 18-നാണ്. അങ്ങനെ ഓഗസ്റ്റ് 2-ാം തീയതി ആയപ്പോൾ വെളുപ്പിനെ എണീറ്റ് 5:30 പ്രാർത്ഥന ചൊല്ലാം. അന്നേരം ഞാൻ ഉടമ്പടിയിലല്ല. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തിരിക്കകത്ത് മാതാവിൻ്റെ ചെറിയൊരു രൂപം കണ്ടു. അപ്പോൾ അന്നത്തെ പ്രാക്ടിക്കൽ എക്സാമിനർ ഭയങ്കര സീനായിരുന്നു, ഞങ്ങളുടെ ഇൻറ്റേർണൽ. അപ്പം അന്നത്തെ ആ പ്രാക്ടിക്കൽ എക്സാം ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇതുവരെയുള്ള പ്രാക്ടിക്കൽ എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരുന്നു. കാരണം ഞാൻ പേടിച്ച ഇൻറ്റേർണൽ എന്നോട് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല, എക്സ്റ്റേണലാണ് ചോദിച്ചത്. അതെനിക്ക് ഏറ്റവും നന്നായിട്ട് വൃത്തിക്ക് അറിയാവുന്ന 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അങ്ങനെ ആ വിഷയം ഞാൻ ക്ലിയർ ചെയ്തു. അങ്ങനെ 3 വിഷയം ഞാൻ 3 വർഷത്തെ 4-ാം വർഷം എഴുതാവുന്ന രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്ത് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, എൻ്റെ അപ്പനും വല്യപ്പനും മരിച്ചു പോയായിരുന്നു. ഈ അപ്പം മരിച്ചു 1 വർഷം ആവുന്നതിന് മുന്നേ എൻ്റെ വല്യപ്പയും മരിച്ചു പോയത്. വല്യപ്പന് മരിച്ചു പോയി കഴിഞ്ഞപ്പം വീട്ടിലാരും ഇല്ലാണ്ടായി. അനിയനും വല്യമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ വല്യമ്മയ്ക്ക് മേലാത്ത, വല്യമ്മ നടക്കാത്തതാ. അപ്പം
വല്യമ്മയുടെ കാലിനും വയ്യായികയുള്ളതാണ്. അപ്പം അതൊക്കെ സൗഖ്യമായി. പിന്നെ അതുപോലെ തന്നെ വല്യമ്മേനെ നോക്കാൻ നല്ലൊരാളെ അയക്കണമെന്ന് ഞാൻ അന്ന് ഉടമ്പടി വെച്ചിരുന്നു. അതുപോലെ തന്നെ മാതാവ് അത് കേട്ടു. ആ നിമിഷം തന്നെ ഇന്നത്തെ കാലത്ത് അത്ര നന്നായിട്ട് മക്കൾ പോലും നോക്കില്ല, അതുപോലെ നല്ലപോലെ രീതിയിൽ നോക്കുന്ന ഒരു ആൻറ്റി, പൊന്നുപോലെ ഒരു ആൻറ്റീനെ അമ്മ മാതാവ് എൻ്റെ അമ്മച്ചിക്ക് കൊടുത്തു. അതുകൊണ്ട് അമ്മച്ചിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചാച്ചൻ്റെ എൻ്റെ വല്യപ്പച്ചൻ്റെ മരിച്ചതിന് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ട്രെയിൻ ലേറ്റായി കഴിഞ്ഞപ്പം ഒരു വന്നപ്പോൾ 8:30 ട്രെയിൻ എത്തിയപ്പോൾ മാംഗ്ലൂർ റീച്ച് ചെയ്തപ്പം 8:30 ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോഴേ അവിടെ സേഫ് അല്ലാന്ന് തോന്നിയോണ്ട് ഹോസ്റ്റലിൽ വിളിച്ച് ചോദിച്ചു കയറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരെന്നോട് ചൂടായി. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും, കാരണം എനിക്ക് നാളെ അസൈൻമെൻറ്റ് വെക്കാനുണ്ട്. അസൈൻമെൻറ്റും എഴുതിയിട്ടില്ല. അസൈൻമെൻറ്റിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷനായി, കാരണം അത് വെച്ചിട്ട് ഞങ്ങൾക്ക് IMR കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ IMR വിഷയം എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ശരിയായില്ലായിരുന്നു, ഇന്നും ഉറക്കം ശരിയായില്ലെങ്കിൽ അതിൻ്റെ വിഷയം വരും. എല്ലാം കൊണ്ട് ഞാൻ മെൻ്റലി ഇതായി. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്ത് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ എവിടെയെങ്കിലും കിട്ടുമോ, എവിടെയെങ്കിലും താമസിക്കാനെങ്കിലും കിട്ടുമോ. കാരണം ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ ആണുങ്ങൾ മാത്രമുള്ളായിരുന്നു. നോട്ടം പാവൊന്നും ശരിയല്ലായിരുന്നു അത്രയ്ക്ക്. കാരണം രാത്രിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി തോന്നിയുകൊണ്ട് ഞാൻ പഠിക്കുന്ന എൻ്റെ ഹോസ്പിറ്റലിലോട്ട് വന്നു. ഹോസ്പിറ്റലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഇന്ന് അസൈൻമെൻറ്റെങ്കിലും എഴുതാമെന്ന് വിചാരിച്ച് വന്നപ്പം അവിടുത്തെ ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് ആകെ പ്രതിസന്ധിയിലായി. പിന്നെ അത് ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നെ ഉടമ്പടി എടുപ്പിച്ചത് ഉടമ്പടി എടുക്കാൻ കാരണമായ എന്നെ അവൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു. അപ്പോൾ മനസ്സ് തോന്നി അവളെ വിളിക്കാമെന്ന് തോന്നി. അങ്ങനെ വിളിച്ചു. അങ്ങനെ അവളിങ്ങനെ പറഞ്ഞു അവൾ താമസിച്ചിരുന്നവരുണ്ട്, അവിടെ ഒരു അമ്മയും മോളും അവളെ. അങ്ങനെ അവളുടെ നിർദ്ദേശം പ്രകാരം ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നേരെ ചെന്നത് ഉടമ്പടി എടുത്തവരുടെ വീട്ടിലോട്ടാണ് ചെന്ന് കയറിയത്. ആരാന്നോ എന്തെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു അമ്മയും മോളും. ഞാൻ ചെന്ന് കയറിയപ്പോഴേ കൃപാസന മാതാവിൻ്റെ രൂപ ഞാൻ കണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കയറി കഴിഞ്ഞ് ആ ഫുഡ് തന്നു. ഈ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇത്ര വൃത്തി മുറികൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ വൃത്തി. ഞാൻ ചെന്ന് കയറി ഫുഡ് തന്നു. ദോശയും ചട്നിയായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കുറേ ആയി നടന്നിട്ട്. അങ്ങനെ അത് തന്നു. പിന്നെ അത് കഴിഞ്ഞ് കുളിക്കാനും ഫ്രഷ് ആകാനുള്ള അവസരം തന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി റൂം തന്നു. അതുപോലെ തന്നെ വസ്ത്രം തന്നു മാറാൻ. എല്ലാം പായിനകത്തായതുകൊണ്ട് വലിച്ചിറക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. വസ്ത്രം തന്നു. അസൈൻമെൻറ്റ് വളരെ നന്നായിട്ട് എഴുതി, വൃത്തിക്ക് എഴുതി, സുഖമായിട്ട് കിടന്നുറങ്ങാനും. അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം. കാരണം അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ സഞ്ചാരി മാതാവാണ്. നമ്മൾ പോകുന്നിടത്തെല്ലാം അമ്മ കൂടെ. നമ്മളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു. തെളിയിച്ച് തന്നെ അമ്മ എന്നെ കാണിച്ചു. അങ്ങനെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20 തൊട്ട് 25 വരെയുള്ള വാചകം, വിശ്വാസത്തിൻ്റെ ശക്തി. ഞാൻ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോഴായാലും ഞാൻ അത് വായിക്കാതെ, കാരണം നമ്മൾ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ അത് നമുക്ക് സാധിച്ചു കിട്ടും. ഹൃദയത്തിൽ പോലും ശങ്കിക്കാതെ നമ്മൾ വിശ്വസിക്കുക, അത് നമുക്ക് സാധിച്ചു കിട്ടും എന്ന് അതിനകത്ത് പറയുന്നത്. അത് തന്നെ ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമാകാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓരോ ധ്യാനം കൂടുമ്പോഴും ഭയങ്കര ഒരു എനർജി എനിക്കത് കഴിയുമ്പം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത്, ചിലപ്പം എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളാണ് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. ഇങ്ങനെ പള്ളി റേറ്റ് വചനം ഇടാൻ തോന്നും, തന്നെയായിട്ട് വീഡിയോസ് ഉണ്ടാക്കി ഇടാൻ ചിലപ്പോൾ തോന്നും, വചനം എടുത്ത് വേറെ ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിടാൻ തോന്നും. അങ്ങനെ കുറേ പ്രചോദനമായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളും ഒക്കെ പറയുമ്പം ഈ വഴിയരികെ കാണുന്ന ചിലപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും കാണൂലേ, അപ്പം അവരെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ എന്നെ തന്നെ ചിന്തിക്കും. കാരണം ഈ സ്ഥിതി ഞാനും എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി, എൻ്റെ കൈ കാശുണ്ടെങ്കിൽ ചിലപ്പോൾ കാശ് ഫുഡും മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എക്സാമിനാണെങ്കിലും എനിക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ ബാച്ച് ഫുള്ള് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരവും എനിക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഇതുവരെ എൻ്റെ കൃപാസനമ്മ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം മീൻസ് എനിക്ക് നിത്യജീവൻ വേണം. അതുപോലെ തന്നെ എന്നും എൻ്റെ നിത്യതയിൽ എന്നും എന്നെ ഞാൻ കൂട്ടുപിടിക്കുന്ന എൻ്റെ കൃപാസനമ്മയും മാതാവും എൻ്റെ ഈശോയും എപ്പോഴും എനിക്ക് പിന്തുണ നൽകി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചു പോകുന്നത്.
അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രം തെളിവുകൊണ്ടാണ് എനിക്കിതെല്ലാം അമ്മ നേടിത്തന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വന്നത്. അതായത് നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ചാൽ ഒന്നും അമ്മ കേൾക്കില്ല, പക്ഷെ അമ്മ കേൾക്കും. പക്ഷേ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അമ്മ ഇരട്ടി നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അമ്മ നമ്മളെ കൊണ്ടുപോകും. സ്നേഹം നിറഞ്ഞവരെ, അപർണ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത്. തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ, വേദനകളുടെയും പ്രതിസന്ധികളുടെയും കാലത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന വേദനകളൊക്കെ പരിശുദ്ധ അമ്മ സന്തോഷമാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്ന് ഈ സഹോദരി നമ്മളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസൻ വർഗീസ്. ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 18/2/2022 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച്, ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് തന്നെ എൻ്റെ ഫാദറിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഫാദറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ പള്ളികളിലും മെയിനായിട്ട് കത്തോലിക്ക പള്ളികളിൽ പോവുകയും പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുകയും ഓരോ നൊവേനകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്നത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും മദറും അവിടെ വരികയും, എനിക്ക് BP ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഫാദറും മദറും അവിടെ വരികയും, ഫാദർ ഇതുപോലെ കൃപാസനത്തിൻ്റെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അത് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ പൈസയൊക്കെ കിട്ടത്തില്ലേ, അത് ബിസിനസ്സായിട്ടായിരിക്കും പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഫാദർ പറഞ്ഞു, അങ്ങനെ അല്ല, അവിടെ പൈസയൊന്നും മേടിക്കുന്നില്ല. എൻ്റെ ഒരു മോളെന്ന നിലയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അച്ചട്ടാണ്, കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറിൽ നിന്നാണ്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ നിരാകരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് പറയുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. ഇതിനോടിടയ്ക്ക് ആദ്യം 2 അബോർഷനും ഒരു ഇൻഫൻ്റ് ഡെത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻഫൻ്റ് ഡെത്ത് നടക്കുന്നത് ഈ പ്രഗ്നൻസിയിലാണ്. ഞാൻ പറഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കകം എനിക്ക് നാട്ടിൽ പോരേണ്ടി വരികയും എമർജൻസി സിസേറിയൻ നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായി. അങ്ങനെ 19 ദിവസം എൻ്റെ കുഞ്ഞ് NICയിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല. എനിക്ക് എൻ്റെ 19 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 1-ാം പുതുക്കലിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ആ തൂണിനോട് ചേർന്ന് ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞ്, ഞാൻ ഓഫീസിൽ പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, എല്ലാം മാറും, എല്ലാം നടക്കും. സൈത്ത് എൻ്റെ കയ്യിൽ തേച്ച് തന്നിട്ട് പറഞ്ഞു, കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി. അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിവിടെ വരണം, എനിക്ക് അതിനുള്ള മാർഗ്ഗം എൻ്റെ മാതാവ് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. ഈ കുഞ്ഞും പ്രീ ടേം ബേബിയാണ്. 7-ാം മാസം ഉണ്ടായ കുഞ്ഞാണ്. 2 മാസം അമൃതയിൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു, NICയിലായിരുന്നു. പക്ഷേ ഇതിനോടിടയ്ക്ക് 2 പ്രാവശ്യം കുഞ്ഞ് വെൻറ്റിലേറ്ററിലാവുകയും ചെയ്തിരുന്നു. 2 പ്രാവശ്യം ഇൻഫെക്ഷനായി, ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് എൻ്റെ കുഞ്ഞ് 2 പ്രാവശ്യം വെൻറ്റിലേറ്ററിലായതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ദൈവം തന്നു. 800 ഗ്രാം കൊണ്ട് ജനിച്ച കുഞ്ഞാണ്. ഇപ്പം 6.5 കിലോ ആയി. മാതാവ് തന്ന ഒറ്റ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. ഞാൻ എൻ്റെ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്ന് കാണിച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുഞ്ഞാണ്. ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത്, എൻ്റെ കൂട്ടുകാർക്ക് 2 പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കായിരുന്നു. അതിലൊരാളാണെന്നുണ്ടെങ്കിൽ 2 പേരും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിലൊരാളാണെങ്കിൽ IVF വരെയും ചെയ്ത് നിർത്തി ഒരു നിരാശ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലാണ്. അവൾക്ക് നോർമലായിട്ട് അവൾ കൺസീവ് ആവുന്നതും അവൾക്ക് കുഞ്ഞുണ്ടാവുന്നതും. അതുപോലെ തന്നെ 2-ാമത്തെ ആൾ ഹിന്ദുമത വിശ്വാസിയാണ്. അവളും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് അവളും ഹസ്ബൻഡിൻ്റെ അടുക്കൽ വരികയും
തിരിച്ചു വരികയും അവൾ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുണ്ടായതിന് ശേഷം അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും കുഞ്ഞിനൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവളും മാതാവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്ന് അവൾ 2 ആഴ്ചയ്ക്ക് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു 35 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു സാക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ OET എക്സാം അവൾ പാസ്സാവണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് ആ അനുഗ്രഹം അവൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിയാനുള്ള അനുഗ്രഹം തരുവാനായിട്ട്. മാതാവ് അതിനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ വീട് പണിക്കായിട്ട് ഞങ്ങളുടെ കയ്യിലൊരു ചില്ലി പൈസ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ 2 കുഞ്ഞുങ്ങളുടെയും ആശുപത്രി ചെലവുകൾ നിങ്ങൾക്കറിയാലോ. NICU എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ചിലവേറിയൊരു സെക്ഷനാണ്. ഫസ്റ്റ് കുഞ്ഞുണ്ടായ സമയത്ത് ആ 19 ദിവസം കുഞ്ഞ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഈവൻ 1 റുപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കാനില്ലാതിരുന്ന സമയത്ത് ദൈവം ഓരോരുത്തരെയായിട്ട് അവിടെ വരുത്തുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നു, അത് ഞങ്ങളുടെ പരീക്ഷണ കാലഘട്ടമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടായപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇന്ന് 3 മണിക്ക് ഡോക്ടർ പറയുകയാണ് എമർജൻസി സിസേറിയൻ വേണമെന്നുള്ളത് പറയുകയാണ്. അന്ന് രാത്രി ഞങ്ങൾ 9 മണിയായപ്പോൾ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നിട്ടാണ് അമൃതയിലേക്കാണ് നേരെ വന്നത്. അമൃതയിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു 9 ദിവസം അവർ മുൻപോട്ട് തള്ളി നീക്കി. 9 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിന് 800 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച കുഞ്ഞിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തന്നു. ഈ ദൈവം തന്നതിൽ നിന്ന് മാതാവിലൂടെ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ UAE-യിലാണ്. അവിടെയാണ് ജോലി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് പത്രം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നേരായൊരു മാർഗമെന്ന് പറയുന്നത്. ഞങ്ങൾ പള്ളികളിൽ പോവുകയും പള്ളികളുടെ വാതിക്കൽ ആരാധന കഴിയുന്ന സമയത്ത് ഇത് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്ന ഓരോരോ ചികിത്സാ സഹായങ്ങൾ അതൊക്കെ വരുമ്പോൾ എന്നാൽ കഴിയുന്നത് അത്രയും ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്നതും അതിലധികവുമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. സൂസൻ വർഗീസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. അൾത്താരിൽ പറയുന്ന ഓരോ സാക്ഷ്യവും ഓരോ വ്യക്തികളുടെ ജീവിതമാണെന്ന് ജോസഫ് അച്ഛൻ പറയാറുണ്ട്. നമ്മുടെ മുൻപിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട് 2 പ്രാവശ്യം അബോഷനായി, 3ാമതൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു, എന്നാൽ കുഞ്ഞ് മരിച്ചു പോകുന്നു. അതിനുശേഷം 7ാം മാസത്തിലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. പരിശുദ്ധ അമ്മയോട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടി വിശ്വാസത്തിൽ ദൈവവുമായിട്ട് ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഈ സഹോദരിയുടെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലും അത് വലിയ സന്തോഷമായിട്ട് മാറിത്തീരുന്ന അനുഭവത്തിലേക്ക് ഉടമ്പടി ജീവിതം ഇവരുടെ ജീവിതത്തെ മാറ്റിയെടുത്തുവെന്ന് ഈ സഹോദരി അൾത്താരയിൽ സാക്ഷ്യം പറയുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഹോദരി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചപ്പോൾ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും അവരുടെ ജീവിതത്തിലും ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവകൃപയുടെ നിറവിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതം വഴിയായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 2 കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടും. എൻ്റെ പേര് റോസ്മേരി. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി മക്കളില്ലാതിരിക്കുകയായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് താമസിക്കുന്നതെന്നുള്ളത് ഡോക്ടർമാർ പറയുന്നില്ല. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഏപ്രിൽ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത് ഞങ്ങളെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ 2ഉം കൽപ്പിച്ച് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഏപ്രിൽ 27 ഉടമ്പടി എടുക്കുന്നത്. പിറ്റേ മാസം മെയ് ലാസ്റ്റ് ജൂൺ ആദ്യത്തോടു കൂടി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പം കൺഫേം ചെയ്തു കുഴപ്പമൊന്നും ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. അങ്ങനെ 7ാം മാസം ആയപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അലർജിക് ഷോക്ക് പോലെ വന്നിട്ട്
പ്രഷർ 0 ആവുന്നു, അതുപോലെ തന്നെ പൾസും ഓൾമോസ്റ്റ് 0 ആയി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവിടെ നിന്ന് രാത്രിയാണ് ക്യാഷ്വാലിറ്റിയിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡോക്ടർമാർ ആദ്യം പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ അത് കുഞ്ഞിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം അവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും കുഞ്ഞിനെ നോക്കണ്ട, അമ്മയെങ്കിലും രക്ഷിക്കാം എന്നുള്ള രീതിയിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുത്തോ കുഴപ്പമില്ല എന്ന് ക്യാഷ്വാലിറ്റി ഡോക്ടറിനോട് പറയും. അവർ ഹൈ ഡോസ് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് 2 മണിക്കൂറോളം പൾസുമില്ല, പ്രഷറും ഇല്ല. അതുകൊണ്ട് ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, കാരണം ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇനിയും കുഞ്ഞിനെ നോക്കണ്ട, അമ്മയെങ്കിലും രക്ഷിക്കാം, അതിനുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ള രീതിയിൽ മരുന്ന് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ചെറുതായിട്ടൊന്ന് പ്രഷർ കാണിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഒന്ന് നേരെയായി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിലും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോഴേക്കും ഹാർട്ട് ബീറ്റ് നോർമലായിരുന്നു. പിന്നീട് കുറേ ചെക്കപ്പുകളൊക്കെ ചെയ്തു. അപ്പം കുഞ്ഞ് സേഫാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ 2024 ഫെബ്രുവരി 2-ാം തീയതി ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇവിടുന്ന് പത്രം മേടിച്ച് ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടിയുടെ കൂടെ കിട്ടിയ തൈലം എന്നും രാവിലെയും വൈകിട്ടും തൈലം പൂശി ഞങ്ങൾ പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒത്തിരി സ്ഥലത്തു നിന്ന് ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഒക്കെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് അനുഗ്രഹിച്ചോളും, കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതുകൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. സ്നേഹം നിറഞ്ഞവരെ, റോസ്മേരി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 നമ്മളിങ്ങനെ കാണുന്നുണ്ട്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മളായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രഗ്നൻസിയിലായിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വരുന്ന അനുഭവത്തിലേക്ക് ഈ സഹോദരിക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.